അതൊരു പവർഫുൾ സാധനമല്ലേ ചെയ്യുന്നത്. അതിൽ കളയല്ല. ആൾ പറയുന്നത് ലൈഫ് ഷോർട്ടല്ല, നമ്മൾ ലൈഫ് വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കും. നീരജ് ചക്രവർത്തിയുടെ അഡ്വൈസർ ആയിരുന്നു സെനിക്ക. അന്നും അതൊക്കെ ചർച്ച ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ The way that people think is the same. ലൈഫ് ഈസ് നോട്ട് ഷോർട്ട്. Shortness of life. ശ്യാം, യെസ്, അപ്പോൾ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാം. അതെ. ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ബുക്സ് ഒക്കെ റിവ്യൂ ചെയ്തു. നമ്മൾ ഒത്തിരി മോഡേൺ ആയിട്ടുള്ള ബുക്സാണ് കൂടുതലും റിവ്യൂ ചെയ്തത്. അല്ലേ, നമ്മളൊരു ഒരു 50-60 ഇയേഴ്സിൻ്റെ ഉള്ളിലുള്ള ബുക്കാണ്. നമുക്ക് ഇനി നമ്മുടെ അതർ സൈഡ് ഓഫ് ദി ഒരു ഹിസ്റ്ററിയിലേക്ക് പോവാം. പഴയത്, ബിഫോർ ക്രൈസ്റ്റ് 62 BC എഴുതിയൊരു ബുക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ പഴയ ബുക്കാണെങ്കിലും എക്സ്ട്രീംലി റെലവൻറ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ആ ബുക്ക് ആ ഒരു സിദ്ധാന്തം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റോയിക് സിദ്ധാന്തം ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന സമയം എന്ന് തോന്നുന്നു. കാരണം ഒത്തിരി സെലിബ്രിറ്റീസ് ഒക്കെ ടേക്കപ്പ് ചെയ്തു. അതിൻ്റെ റെലവൻസ് കൂടി വരുവാണ് ലൈഫിൽ. ഓക്കെ, സോ ബുക്കിൻ്റെ പേരാണ് ഓൺ ദി ഷോർട്ട്നെസ് ഓഫ് ലൈഫ്. സെനിക്ക എന്ന നമ്മുടെ ഒരു സ്റ്റോയിക് ഹിസ്റ്റോറിയൻ എഴുതിയ ബുക്കാണിത്. നീരജ് ചക്രവർത്തിയുടെ കാലത്ത് നീരജ് ചക്രവർത്തിയുടെ അഡ്വൈസർ ആയിരുന്നു സെനിക്ക. ബുക്ക് എനിക്ക് തോന്നുന്നു അത്രയും കൊല്ലം കൊണ്ടും ഇപ്പോഴും ഇത്രയും കാലം എത്തിയപ്പോഴും പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല. അന്നത്തെ ലൈഫിൽ ഒരു വ്യത്യാസം ഇല്ലാത്ത പോലെ നമുക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അന്നത്തേക്കാൾ ഈ ബുക്കിന്റെ പ്രാധാന്യം 2000 വർഷം മുമ്പ് ഇന്നത്തേക്ക് വേണ്ടി എഴുതിയൊരു ബുക്കായിട്ട് തോന്നുന്നത് അല്ലേ? എങ്ങനെയാണ് ഈ ബുക്കിലേക്ക് എത്തിച്ചേർന്നത് ശ്യാം? എന്ത് ചേഞ്ച് ആണ് അല്ലെങ്കിൽ എന്ത് റെലവൻസ് ആണ് ഈ ബുക്കിലുള്ളത് ശ്യാമില്? എനിക്ക് തോന്നുന്നു റാൻഡം എൻ്റെ എത്തിവിട്ടൊരു ബുക്കായിരുന്നു. ഞാനൊരു ഒത്തിരി മോഡേൺ ബുക്സ് ഒക്കെ വായിക്കുന്ന ഒരു സമയത്തായിരുന്നു. എനിക്ക് അങ്ങനെ നമ്മളൊരു ലൈഫ് ഷോർട്ടാണ് എന്നുള്ളൊരു തിയറിയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈഫ് ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ബുക്ക് കയ്യിൽ വരുന്നത്. അപ്പോൾ എനിക്ക് ഞാനൊരു എയർപോർട്ട് ലോഞ്ചിൽ എവിടെ ഇരുന്ന് ട്രാവലിങ്ങിൻ്റെ ഇടയിലായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ബുക്കിൻ്റെ ചട്ട ഞാൻ കാണാണ്, ലൈഫ് ഈസ് നോട്ട് ഷോർട്ട് എന്ന് കാണാണ്. അപ്പോൾ എനിക്ക് അത് കൊള്ളാമല്ലോ, അത് എന്താണ് ഇങ്ങനെ പറയണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ആ ബുക്കിനെ പറ്റിയിട്ട് ബുക്ക് എൻ്റെ കയ്യിലേക്ക് എത്തണത്. അപ്പോൾ ഈ ബുക്കിൻ്റെ പേര് പറയണ പോലെ തന്നെ ഓൺ ദ ഷോർട്ട്നെസ് ഓഫ് ലൈഫ് എന്ന് പറയണ്ടെങ്കിലും ആള് പറയുന്നത് ലൈഫ് ഷോർട്ടല്ല, പക്ഷെ നമ്മൾ ലൈഫ് വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നി. അങ്ങനെ വായിച്ചൊരു ബുക്കാണ്. എനിക്ക് സ്റ്റോയിക് സിദ്ധാന്തം ഏകദേശം ആ ഒരു രീതിനെയാണ് പിടിച്ചു പോകുന്നത്. ഇപ്പോൾ സ്റ്റോയിക് സിദ്ധാന്തത്തിൽ മെയിൻ 3 ആളുകളും പറയുന്ന പല കാര്യങ്ങളും എല്ലാം ഇതിനോടൊരു റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു. ആ ഒരു ഇതിനോട് ആ ഒരു ടോപ്പിക്ക് തന്നെ ഷോർട്ട്നെസ് ഓഫ് ലൈഫ് അതെന്താണ് അതിനെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നത്? ഇല്യൂഷൻ ഓഫ് ഷോർട്ട്നെസ്. അതെന്താണ്? സെനിക്ക പറയണത് ലൈഫ് ഷോർട്ടല്ല, നമ്മളതൊരു ഇല്യൂഷനാണ്, നമ്മൾ ഷോർട്ടാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമ്മൾ കൂടുതൽ സമയം നമ്മൾ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഷോർട്ടല്ലാത്ത ലൈഫ് നമ്മൾ 3 കാര്യങ്ങളെ കൊണ്ടാണ് മെയിനായിട്ട് അന്നത്തെ ഒരു ലാംഗ്വേജിൽ തന്നെ പറയുന്നത്. ഒരു യൂസ്ലെസ് സഫറിങ് എന്ന് പറയാം. ഇപ്പം നമ്മൾ ഉപയോഗമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി ആലോചിച്ചും വറി ചെയ്തും നമ്മൾ സമയം ചെലവഴിക്കണം. പിന്നെ നമ്മളൊരു ഫൂളിഷ് പ്ലഷർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് റിലേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്ന പോലെയുള്ള അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഫൂളിഷ് പ്ലഷർ ആണല്ലോ. അതിനൊരു പ്രത്യേകിച്ച് ഒരു ഡെഫിനേഷൻ ഒന്നുമില്ല. ഇറ്റ്സ് ഫൂളിഷ്. അങ്ങനെയാണ് അത് അന്നത്തെ ആ ഒരു തിയറിയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു ഫൂളിഷ് പ്ലഷറിനോ ഒരു യൂസ്ലെസ് സഫറിങ്ങിനോ അല്ലെങ്കിൽ ഒരു സെർവിറ്റ്യൂഡ് ഓഫ് അതേഴ്സ് എന്ന് പറയാം. അത് മറ്റുള്ള ആൾക്കാരനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫ് ഇപ്പോൾ സ്റ്റോയിക് സിദ്ധാന്തം പറയണത് അങ്ങനെയാണ്. നമ്മുടെ ലൈഫ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത് മറ്റുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കുക ഒരു അപ്രോച്ചിലാണല്ലോ. അങ്ങനെ ഈ 3 കാര്യങ്ങളിലാണ് ലൈഫ് നമ്മൾ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതലും നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ ജീവിതം ജീവിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ആഗ്രഹങ്ങൾ നടത്തിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിച്ച് നമ്മുടെ ലൈഫ് വേസ്റ്റ് ആക്കണം എന്നുള്ളൊരു തിയറിയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇല്യൂഷൻ ഓഫ് ഷോർട്ട്നെസ് എന്ന് പറഞ്ഞാൽ മെയിൻലി അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ശരിക്കും ഷോർട്ടല്ല, പക്ഷേ നമ്മൾ ലോങ് ആയിട്ടുള്ള ലൈഫ് നമ്മൾ ഷോർട്ട് ആക്കുകയാണെന്ന് നമ്മൾ സമയം വേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സമയം വേസ്റ്റ് ആക്കണം എന്നുള്ളത് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തിയറി അല്ലേ? അതെ, ഉറപ്പായിട്ടും. എനിക്കൊന്ന് സ്റ്റോയിക്കിൽ തന്നെ ഏറ്റവും എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കോട്ട്സ് ആണ്, ഒത്തിരി യൂസ് ചെയ്യുന്നതാണ്. യു ഡോണ്ട് വറി അബൌട്ട് തിങ്സ് ദാറ്റ് യു കനോട്ട് കൺട്രോൾ എന്നത് ഞാൻ ഒത്തിരി യൂസ് ചെയ്യുന്നതാണ് ലൈഫിൽ. അതൊരു പവർഫുൾ സാധനമല്ലേ? അതിൽ കളയല്ല. അത് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സങ്കടപ്പെടുമ്പോഴൊക്കെ ഒന്ന് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ചിന്തിച്ചാൽ മതി,
ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടേതല്ലാത്ത കാര്യങ്ങളൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിൽ ആ ഒരു ഇല്യൂഷൻ ഓഫ് ബിസിയിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളാ ഒരു ഫേക്ക് ബിസിനസ്. അതായത് നമ്മൾ ബിസി അല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, എന്നാൽ നമ്മൾ ബിസിയാണ്. ഇന്നത്തെ ഒരു ജീവിതത്തിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം വി ആർ റണ്ണിങ് ബിഹൈൻഡ് സംതിങ്. നമ്മൾ എന്തിനാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നമുക്കൊരു മൊമെന്റിനെ ക്യാപ്ചർ ചെയ്യാണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. സത്യമായിട്ടും എനിക്കൊന്ന് സമയമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആ സമയത്തിനെ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ അതിനെ പഠിക്കാമെന്ന് എനിക്ക് തന്നെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ടൈം ഓഡിറ്റ്. അതെ, എങ്ങനെയാണ് നമുക്ക് ഒരു ടൈം ഓഡിറ്റ് സാധാരണക്കാർക്ക് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ടൈം ഓഡിറ്റ് നമുക്ക് ഇങ്ങനെ പറയാം. പ്രാക്ടിക്കലി ഞാൻ അപ്ലൈ ചെയ്യണത് ഇങ്ങനെയാണ്. നമ്മൾ ഉറങ്ങണ സമയത്ത് ഓരോ ദിവസം നമുക്ക് സമയത്തിന് 3 ഡിവൈഡ് ചെയ്യാം. ഒന്ന് വേസ്റ്റ് ചെയ്തിട്ടുള്ള സമയം, വേസ്റ്റഡ് ടൈം. ഇപ്പോൾ നമുക്ക് സ്ക്രോളിംഗ് വേണമെങ്കിൽ അതിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ നമുക്ക് അൺനെസസറി ആയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള സമയം. രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട് നമുക്ക് സമയം. ഇപ്പോൾ നമുക്ക് ജോലി ചെയ്യണം, അത് നമുക്കൊരു നെസസിറ്റിയാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിന് ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു സമയം. മൂന്നാമത്തെ നമ്മളൊരു ട്രൂലി ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സമയം. നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ എൻജോയ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഫാമിലിയുടെ കൂടെ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ലേണിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സമയമാണ് ആ ഒരു ട്രൂലി ലിവിങ് ടൈം. അപ്പോൾ ശരിക്കും പറയുന്നത് നമ്മൾ ലൈഫിനെ ഓരോ ദിവസം 3 ബക്കറ്റിലാക്കിയിട്ടാക്കി തിരിച്ചിട്ട് ഓരോ ബക്കറ്റിൽ എത്ര മണിക്കൂർ വെച്ചിട്ട് നമ്മൾ ഇട്ടു എന്ന് നോക്കുക. അപ്പോൾ അതാണ് ടൈം ഓഡിറ്റ്. ഓക്കെ, അത് നോക്കുമ്പോൾ അതൊരു സംഭവമല്ല, അതൊരു ചെറിയ കാര്യമല്ല. അന്നത്തെ കാലത്ത് ആ സമയത്തിന് ഇത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അതൊരു വലിയൊരു ഉദാഹരണമല്ലേ. എനിക്ക് പ്രയോറിറ്റൈസേഷൻ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം കൂടി ആയിരിക്കും. പിന്നെ നമ്മൾ ഓരോ ദിവസം രാത്രി നമ്മൾ ഏതിലൊക്കെയാണ് സമയം വേസ്റ്റ് ചെയ്തേക്കുന്നത്, നമ്മൾ പഠിക്കാൻ അത്തരം കാര്യങ്ങൾക്ക് എന്തിനാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ നമ്മളൊരു റാൻഡം ഒബ്ലിഗേഷൻ, റാൻഡം അല്ല, പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഇപ്പോൾ ജോലി ചെയ്യുക പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര സമയമാണ് ചിലവഴിച്ചേക്കണം എന്നുള്ളത് തിരിച്ചു നോക്കിയാൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഉറപ്പായിട്ടും. അതെ, എനിക്കൊന്ന് ആ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ എന്തിനാണ് സമയം സ്പെൻഡ് ചെയ്യണത്, അത് ഞാൻ പറഞ്ഞ പ്രയോറിറ്റിയുടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ എല്ലാവർക്കും പ്രയോറിറ്റി ഉണ്ടെങ്കിൽ പോലും ആൾക്കാർ എപ്പോഴും ഇന്ന് ഞാൻ ഫാമിലിയോടെ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന പറയും. പക്ഷെ അവർക്ക് വേണ്ട, ഇന്ന് വേണ്ട, നാളെ. പ്രൊക്കാസിനേറ്റഡ് ആണ് എല്ലാവർക്കും. നമ്മൾ അതിനോർത്ത് വിഷമിക്കും, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നത്. പക്ഷെ നമ്മൾ ആ സ്റ്റെപ്പ് എടുക്കാത്തതുകൊണ്ടായിരിക്കാം. ഒരു ട്രാപ്പായിട്ടാണ് എനിക്ക് അതിനെ പറയുന്നത്. ആ പ്രൊക്കാസിനേഷനെ ഒരു ട്രാപ്പായിട്ട് അതിന് പറയുന്നൊരു അതിനകത്ത് യൂസ് ചെയ്യുന്നൊരു വേർഡും ഉണ്ട്, ഒക്യുപ്പിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പം വാട്ട് ഈസ് ദ ട്രാപ്പ് ഓഫ് പ്രൊക്കാസിനേഷൻ? പ്രൊക്കാസിനേഷൻ ഒത്തിരി യൂസ് ചെയ്യുന്ന വേർഡാണ്. പ്രൊക്രാസ്റ്റിനേഷന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബീങ് ബിസി ബട്ട് നോട്ട് പ്രൊഡക്റ്റീവ് എന്ന് പറയില്ലേ. കാരണം നമ്മൾ അതേപോലെ തന്നെ നമ്മളെല്ലാം നാളത്തേക്ക് മാറ്റി വയ്ക്കുന്ന ആൾക്കാരല്ലോ. അപ്പോൾ ഈ എനിക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ നാളത്തേക്ക് ഒരു കാര്യം തുടങ്ങാൻ മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അവസാനം കൂടിയാണ് മാറ്റി വയ്ക്കുന്നത്. അതെ, അല്ല, ഇപ്പോൾ നമ്മളൊരു 2 മാസത്തെ ഒരു പ്രൊജക്റ്റാണ് നാളെ തുടങ്ങേണ്ടത്. 2 മാസം നാളത്തെ കഴിയുമ്പോൾ വീണ്ടും 2 മാസം അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ലൈഫ് അൺസർട്ടൺ ആണ്. ഇപ്പോൾ നമുക്ക് നാളെ എന്താ സംഭവിക്കാൻ പോകില്ല എന്ന് നമുക്ക് അറിയില്ല. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ അങ്ങനെ എല്ലാം മാറ്റി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തുടക്കം മാറുമ്പോൾ അവസാനം മാറുകയാണെന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിക്കില്ലല്ലോ. അതെനിക്കൊരു ക്ലിക്കായിരുന്നു. കാരണം നമ്മൾ എനിത്തിങ് ദാറ്റ് യു ആർ സ്റ്റാർട്ടിങ് ലേറ്റ്, അതിൻ്റെ എൻഡ് ഡേറ്റും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള നമുക്ക് ഡ്രീമുള്ള കാര്യങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. അതാണ് സെനിക്ക പറയുന്നത്. ഇപ്പം നമ്മൾ അനാവശ്യമായിട്ടുള്ള നീട്ടി വെക്കാണ്ട്, ഇപ്പോൾ നമ്മളൊരു ഒക്യുപ്പാറ്റി എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മളൊരു ബിസി ആയിട്ട് പ്രൊഡക്റ്റീവ് അല്ലാത്ത ആൾക്കാർ ഇന്നത്തെ സൊസൈറ്റിയിൽ നമുക്ക് ഒത്തിരി അങ്ങനത്തെ ആൾക്കാരെ കാണാൻ പറ്റും. കാരണം വി ഡു എ ലോട്ട് ഓഫ് തിങ്സ്. നമ്മുടെ ഒരു ദിവസം ബിസിയാണ്, എവിടെയാണ് ആ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രൊഡക്റ്റീവ് അല്ല, നമുക്ക് റിസൾട്ട് ഇല്ലല്ലോ. അപ്പോൾ അത്തരം ആൾക്കാരിന് ഇപ്പോൾ നമ്മൾ ഈ ടൈം ബ്ലോക്കിംഗ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ട്രാപ്പ് ഓഫ് പ്രൊക്രാസ്റ്റിനേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അന്നും അതൊക്കെ ചർച്ച ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ, പക്ഷേ സത്യം ഞാനൊക്കെ നമ്മളവർക്ക് ഇപ്പോഴാണ് ഇതിനൊക്കെ, പണ്ടൊക്കെ വേറൊരു രീതിയിലുള്ള ലൈഫാണ്, ഒരു രാജാവിൻ്റെ അണ്ടറിൽ നമ്മൾ ചുമ്മാ ജീവിക്കുന്നത്. പക്ഷെ അല്ല, ലൈക്ക് the way that people think is the same അല്ലേ. അതൊന്നും ഇതേ പ്രശ്നങ്ങളാണ് ആളുകൾ ഫേസ് ചെയ്തോളുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വേറെ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമായിരിക്കാം മാക്സിമം. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ what it is the same. അത് വെരി ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ആ ബുക്ക് വായിക്കുമ്പോൾ. പിന്നെ നമ്മളിപ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ നമുക്ക് നന്നായിട്ട് ജീവിക്കാം, ബെറ്ററായിട്ട് ജീവിക്കാം എന്ന് പറയുന്നത്, അത് എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്. ഇപ്പം എൻ്റെ ദ ബെസ്റ്റ് ലൈഫ് ഈസ് നോട്ട് യുവർ ബെസ്റ്റ് ലൈഫ്. അപ്പം ഒരു ട്രൂ ലൈഫ് എങ്ങനെ
ബിൽഡ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളത് സെനിക്ക വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ ബുക്കിന്. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്താൽ. സെനിക്ക ഫിലോസഫി അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്റ്റോയിക് ഫിലോസഫിയിൽ നമുക്ക് ഏറ്റവും അഡോപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഒത്തിരി നമ്മളെ പഠിക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിന് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അന്നത്തെ കാലത്ത് തന്നെ. കാരണം നമ്മൾ സ്റ്റഡി, റിഫ്ലക്ട് ആൻഡ് റിട്ടേൺ ടു സെൽഫ്. ഇപ്പം നമ്മുടെ ലൈഫിലെ ആ ഒരു അവർ അന്നത്തെ ഒരു ഫിലോസഫിയിലേ പറയണത്, അതിലും മെജോറിറ്റി പറയുന്നത് നമ്മൾ കൂടുതലും ആ ഒരു ഫോക്കസ് ഓൺ ലേണിംഗ്, അതായത് നമ്മളെ മുന്നിലോട്ട് കൊണ്ടുവരാവുന്ന കാര്യങ്ങളിൽ, അത് നമുക്ക് ഇതിനോട് ക്ലാരിറ്റി ഉണ്ടാക്കാവുന്ന കാര്യങ്ങളിൽ ഒരു ലിവ് വിത്ത് ക്ലാരിറ്റി എന്ന് പറയാം. അപ്പൊ അതിലേക്കുള്ള പഠനമാണ് സെനിക്ക കൂടുതലും നമ്മളെ പ്രൊമോട്ട് ചെയ്യണത്. അപ്പോൾ 3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എംബ്രേസ് സിംപ്ലിസിറ്റി, വലിയ വലിയ കാര്യങ്ങളുടെ പുറകെ പോകാണ്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നമുക്കൊരു ഈ പറഞ്ഞ പോലെ പഠിക്കാനുള്ള കാര്യങ്ങൾ, സ്റ്റഡി ഫിലോസഫി, അത് അന്നത്തെ ഒരു മെയിൻ കണ്ടന്റ് ആയിരുന്നു തോന്നുന്നു ഫിലോസഫി. അത് കാരണം കൊണ്ട് അതിനെ ഒത്തിരി പ്രൊമോട്ട് ചെയ്യായിരുന്നു. ഇപ്പൊ ഇന്നും ഫിലോസഫി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമുക്ക് അന്നത്തെ ആ ഫിലോസഫി എന്ന് പറഞ്ഞ വേർഡിനെ ഇന്നത്തെ വേണമെങ്കിൽ ആ ഒരു സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ നമുക്കൊരു പേഴ്സണൽ ഡെവലപ്മെന്റ് അങ്ങനെയൊക്കെ പേരിട്ട് വേണമെങ്കിൽ മാറ്റി വിളിക്കായിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആവാനാണ് പറയണത്. അപ്പോൾ ആ ഒരു കുറച്ചും കൂടി നമുക്ക് ലൈഫിൽ ക്ലാരിറ്റി കിട്ടാനും ഇതിലൂടെ ഒരു പ്രൊഡക്റ്റീവ് ആവാനും ആ ഒരു ആർട്ട് ഓഫ് ട്രൂ ലിവിംഗ് എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള 3 സ്റ്റെപ്പുകളിൽ ഒന്നാണ് ഒന്ന് എംബ്രേസ് സിംപ്ലിസിറ്റി, പിന്നെ നമ്മൾ ആ ഒരു ഫ്ലെക്സിബിൾ ആവാൻ പഠിക്കുക. നമ്മളാ ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. സോ ഹൗ ടു അഡാപ്റ്റ് ടു ചേഞ്ച്. അപ്പോൾ അതിന് ഒരു ഫ്ലെക്സിബിൾ മൈൻഡ് സെറ്റ് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ലാണ്ട് എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി പോലെ തന്നെ വേറൊരു 3ാമത്തെ ഒരു കാര്യമാണ് ആ ഒരു ട്രാൻക്വിലിറ്റി എന്ന് പറയുന്നത്. സ്റ്റോയിക് ഫിലോസഫിയിൽ നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കോട്ടുണ്ട്, അതായത് ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ. നമ്മൾ കൂടുതലും വറി ചെയ്യണത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി ഒന്നും പറഞ്ഞത്. അത് ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം, ഒന്ന് നമ്മൾ ആ ഒരു ചേഞ്ചിനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഫ്ലെക്സിബിൾ ആവുക, 3ാമത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഫിലോസഫി നല്ല സർക്കിളുകളിൽ ചെന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക. അതാണ് മെയിനായിട്ട് ഈ ആർട്ട് ഓഫ് ട്രൂ ലിവിങ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ പറയില്ല, സമയത്തിനെ വേസ്റ്റ് ആക്കാണ്ട് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മളൊരു ട്രബിളിലാണെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കാം. അപ്പം അതൊരു സ്റ്റോയിക് ഫിലോസഫി ഒത്തിരി അങ്ങനെ സപ്പോർട്ട് ചെയ്യണ ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയാം, നമ്മളൊരു ട്രാഫിക്കിൽ ബ്ലോക്ക് ആയി കിടക്കുകയാണെങ്കിൽ, ഡിലേ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങൾ കേൾക്കാമല്ലോ. ഇപ്പോൾ നമ്മളൊരു വർക്കിൽ ഒരു സ്ട്രെസ് ആണെങ്കിൽ അതിനെങ്ങനെ നമുക്ക് തിരിച്ച് എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മളൊരു റെസിലിയൻസ് ഒക്കെ പോലെയുള്ള സാധനങ്ങളില്ലേ, വർക്ക് പ്രഷർ ചെയ്യുന്ന നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളല്ല, ജീവിതത്തിൽ എല്ലാത്തിനെയും ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ പറയുന്ന ഒരു തിയറി അത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു നേരത്തെ, നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസിനെ പഠിക്കുക, എന്നിട്ട് അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ വീണ്ടും റിട്ടേൺ ടു സെൽഫ്, അത് നമ്മൾ തന്നെ വീണ്ടും അതിന് ഉപയോഗിക്കുക. അപ്പം അത് പ്രത്യേകിച്ചും നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓൺട്രപ്രണർ ജേണിയിലൊക്കെ നമ്മൾ ഒത്തിരി ചെയ്യണതല്ലേ. ഇപ്പോൾ അതിനന്ന് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നു തന്നെ അത്ഭുതമാണ്. ബാക്ക് ബോൺ തന്നെ അതാണ്, ലൈക്ക് ഡു ഫെയിൽ ലേൺ ഡു ഇറ്റ് അഗെയിൻ. അത്രേ ഉള്ളൂ. നമ്മൾ അതിന് പഠിക്കണം. പക്ഷെ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം ഈ സ്റ്റോയിക് ഫിലോസഫി, കാരണം അതിൽ ആ ഒരു വിസ്ഡം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അറിവിനെ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോയിക് ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര അറിവുള്ള ആൾക്കാരെ പൊതുവെ. ഈ റയൻ ഹോളിഡേ ഒക്കെ പോലെ നമ്മൾ ഇന്നത്തെ നമ്മളൊരു നമുക്ക് അത്ഭുതം അവരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ. കാരണം എത്ര അധികം ഇൻഫർമേഷൻ ആണ്, അല്ലെങ്കിൽ എത്ര അധികം നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ആണ് അവരുടെ ഉള്ളത്. കാരണം അവരുടെ ഒരു വേ ഓഫ് ലേണിംഗ് വേറെയാ, വേ ഓഫ് റീഡിങ് വേറെയാ. കാരണം അവർ പുസ്തകം വായിക്കേണ്ടതിന് അവർ പറയുന്ന സ്റ്റൈലേ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് അവർ ഒത്തിരി കൂടി ഒരു ഇൻവോൾവ് ആയിട്ട് ലേൺ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഇത് ഫിലോസഫിനോട് ഒത്തിരി ഇഷ്ടമുള്ളതും അത് നമ്മളതിനെ ഒരു ഫോളോ ചെയ്യണതും. എനിക്കൊന്ന് ഇപ്പോൾ റോബർട്ട് ഗ്രീൻ്റെ ഒക്കെ ലൈഫ് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയതാണ് ഇത്. പുള്ളി എനിക്ക് തോന്നുന്നു 50 ജോലികൾ എങ്ങാണ്ട് ചെയ്തിട്ടുണ്ട്, 50 ഡിഫറെൻറ്റ് ജോലികൾ ചെയ്തിട്ട് പുള്ളി പലതും എല്ലാം പരീക്ഷണമാണ്. പുള്ളി പറഞ്ഞ 50 ജോലികളാണ് പുള്ളീനെ ഒരു മനുഷ്യനാക്കി തീർത്തത്. പുള്ളിയുടെ ഇപ്പോഴത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും പുള്ളി പഠിച്ചത് അതിൽ നിന്നാണ്. പുള്ളിയുടെ ലൈഫ്, പേഴ്സണൽ ലൈഫ് ആണെങ്കിലും അതേപോലെ തന്നെയാണ്. സോ എനിക്കൊന്ന് ദാറ്റ്സ് വെരി ട്രൂ അല്ലേ. പുള്ളി ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങൾ ചെയ്യും, പുള്ളി ഫെയിൽ ആവും, ഓക്കെ ലേൺ ഫ്രം ദാറ്റ് എന്ന് പറയുന്നത് പുള്ളിയുടെ എല്ലാ ബുക്സും അതിലും ബേസ്ഡ്. കാരണം പുള്ളിയുടെ ഒരു മാസ്റ്ററി എന്ന് പറഞ്ഞ ബുക്കുണ്ട്, ഒരു വേൾഡ് ക്ലാസിക്കാണ്. അപ്പോൾ അതിൽ എങ്ങനെ നമ്മൾ ജോലി മാറാം, എങ്ങനെ ജോലി നമ്മൾ ഒരു ജോലിയിൽ നിൽക്കരുതെന്ന് ആർഗ്യൂ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്.
അത് നമുക്ക് പിന്നെ ഒരു ദിവസം അതിനെ പറ്റി പറയാൻ വേണമെങ്കിൽ അതെ. അപ്പോൾ അതെന്ന് വെച്ചാൽ ലൈഫ് ഈസ് എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഒന്നിൽ തന്നെ നിന്ന് നമ്മളൊരു കാര്യത്തിൽ തന്നെ സ്റ്റക്കായി നമ്മളങ്ങനെ ലൈഫിനൊരു വർത്ത്ലെസ് ആക്കരുത് എന്നാണ് സ്റ്റോയിക് ഫിലോസഫി പറഞ്ഞത്. നമ്മൾ നീഡ് ടു കീപ് ചേഞ്ചിങ്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇൻ ചേഞ്ചിങ് ഉണ്ടല്ലോ, അതൊരു ഒരു മസ്റ്റ് ലേൺ സ്കില്ലാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു ഏറ്റവും പേടിയുള്ളൊരു സാധനം ചേഞ്ച് ആണല്ലോ, അല്ലേ? ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പാർട്ട് മാത്രം എടുത്താൽ മതി, അതിൻ്റെ ഒരു റെലവൻസ് മനസ്സിലാവണം. സ്റ്റോയിക്കിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിദ്ധാന്തമാണ് ഈ സ്റ്റോയിക്ക്. എനിക്ക് എപ്പോഴും റൈൻ ഹോളിഡേയുടെ ഡെയിലി സ്റ്റോയിക്ക് എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ റീഡ് ഇറ്റ് ഓൾവേസ്. ഇതിനകത്ത് കുറേ വേർഡ്സ് ഉണ്ട്, വേറെ ടേംസ് ഉണ്ട്, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ഏലിയം ടെമ്പസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് ഉണ്ട്. അതും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ലൈഫിൽ ഒത്തിരി അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏലിയം ടെമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദ ടൈം ബിലോങ് ടു അതേഴ്സ്. യെസ്. അതായത് നമ്മൾ സോഷ്യൽ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാനായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ലൈഫാണ് നമ്മൾ അതിൽ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ സൊസൈറ്റി പറയുകയാണ് നീ ഇന്ന രീതിയിൽ ജീവിക്കാൻ പാടുള്ളൂ, അതിന് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടുമ്പോൾ എൻ്റെ ലൈഫ് ഞാൻ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളയാം. സോഷ്യൽ നോംസിന് വേണ്ടിയിട്ട്, സോഷ്യൽ നോംസോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ്. ഇപ്പോൾ ഈവൻ നമ്മുടെ പാരൻസ് ആണെങ്കിൽ പോലും നീ പഠിച്ച് ഇങ്ങനെയൊക്കെ ആവണം എന്ന് അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. യെസ്, വി റെസ്പെക്ട് ദം, അവരെ ലവ് ചെയ്യണം, കെയർ ചെയ്യണം. നമ്മുടെ ഒരു ലൈഫ്, നമ്മൾ ഓൺ ചെയ്യുന്ന ലൈഫ് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നമുക്കൊരു നമ്മളൊരു ഇൻഡിവിജ്വൽ റെസ്പോൺസ് ഉണ്ടല്ലോ. യെസ്, ഉറപ്പായിട്ടും. അപ്പം അതില്ലാണ്ട് നമ്മളൊരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കണ ഒരു സമയമുണ്ടല്ലോ. അപ്പം അതിനെ പറയണതാണ് ഈ എലിയനം ടെമ്പസ് എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ സ്റ്റോയിക്കിന്റെ പല ബുക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. ഇപ്പം പല മെഡിറ്റേഷൻസും മാർക്കസ് അലീസിന്റെ മെഡിറ്റേഷൻസ് ഒക്കെ വായിക്കുമ്പോൾ ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മൾ ശരിക്കും ഇപ്പോഴത്തെ കാലത്തിന് പണ്ട് എഴുതിയ പോലെ അല്ലെ? ആ ഒരു ഫിലോസഫി റിവൈവ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുക. കാരണം ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പം അതിനെ, ഒത്തിരി കാര്യങ്ങൾ മോഡേൺ. ഇപ്പം എല്ലാ സെലിബ്രിറ്റീസും സ്റ്റോയിക്കാണ്. കാരണം ഫിലോസഫി ഒരു സോർട്ട് ഓഫ് സെൻസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോയിക്ക് സിദ്ധാന്തം ഒരു ലൈഫ് സ്റ്റൈൽ ആൾക്കാർ ചൂസ് ചെയ്യാതിരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെരി സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ ഹാബിറ്റ്സ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു അന്തസത്ത, ലൈക്ക് എൻ്റെ മെയിൻ കോർ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ലിവിങ് പ്രോപ്പർലി, ലൈക്ക് ലിവിങ് ട്രൂലി, ക്ലാരിറ്റി. അതാണ് അത് പറയുന്നത്. പക്ഷെ ആൾക്കാർ എടുത്തുകൊണ്ടിരുന്നത് അതിനകത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചാണ്. പക്ഷെ അത് മാത്രമല്ല ഇതിനകത്തുള്ളത്, ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. അപ്പം നമ്മളൊരു അങ്ങനെയും പറയാലോ, നമ്മളൊരു സ്റ്റൈൽ ഓഫ് ലിവിങ് ആണ് ഈ സ്റ്റോയിക്സ്. പ്രത്യേകിച്ച് നമ്മളത് അതിൽ കൂടുതൽ അറിഞ്ഞ് പഠിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളതിൽ ഇപ്പോൾ നമ്മളൊരു ഈഗോനെ പറ്റി പറയണതാണെങ്കിലും നമ്മളൊരു ലൈഫിനെ പറ്റി പറയണ, അതായത് പർപ്പസ് ഓഫ് ലൈഫിനെ പറ്റി പറയണതാണെങ്കിലും അതിൻ്റെ ഓരോ ഏരിയയിൽ പഠിച്ചു വരുമ്പോൾ അത് വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ ലൈഫ് എത്രത്തോളം ഒരു പർപ്പസ് ഇല്ലാണ്ട് നമ്മൾ എന്തിനോ ജീവിക്കണമെന്ന് തിരിച്ചറിയും, പ്രത്യേകിച്ച് ആർക്കോ വേണ്ടി എന്നുള്ളത്. ഇപ്പം നമ്മളൊരു മറ്റുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മുടെ ലൈഫ് ബ്യൂട്ടി ഓഫ് ലൈഫ് നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്ന് പറയണതുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മൾ മലയാളീസ് പുറമേ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും നമുക്ക് ഇഷ്ടത്തോട് കൂടിയിട്ടാണോ നമ്മളെല്ലാം ചെയ്യണത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ആസ്വദിച്ചിട്ടാണോ ഓരോ മിനിറ്റും ജീവിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് അല്ല എന്ന് പറയേണ്ടത്. ഓരോ ആൾക്കാർക്ക് നമ്മളടക്കം നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമുക്ക് വരുത്താൻ പ്രചോദിപ്പിക്കുന്ന ഒരു തരം പുസ്തകം. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാണ്. എന്തെങ്കിലും ഞാനൊരു ടാറ്റു ചെയ്യുവാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോട് ഞാൻ പറയായിരുന്നു ഇതായിരിക്കും ഞാൻ ചെയ്യുന്നത്. വാട്ട് ഈസ് ഇറ്റ് ഫോർ യു? ഷാമിന് എന്താണത്? എല്ലാവർക്കും പലതാണ്. അതിന്റെ മീനിങ് ഒന്നാണെങ്കിലും ആൾക്കാർ അതിനെ പെർസീവ് ചെയ്യുന്ന രീതി പലതാണ്. ചിലർക്ക് അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളാണ്, അങ്ങനെയല്ല. നമുക്കിതാണ് വാട്ട് ഡസ് ഇറ്റ് മീൻ ഫോർ യു? എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിലെ കറേജ് എന്ന് പറയുന്നത് മൊമെന്റോ മോറിയാണ്. കാരണം മൊമെന്റോ മോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് സോർട്ട് ഓഫ് ഇങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ മൊമെന്റോ മോറി മൊഡേലിയം ഒരു മെഡൽ ഉണ്ട്. ആ സംഭവം ഇപ്പൊ വെരി പോപ്പുലർ. ഞാനത് ഓൾറെഡി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ കയ്യിലുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോയിനാണ്. നമ്മളൊരു 10 രൂപയിലൊക്കെ ഒരു വലിയ കോയിൻ പോലെ ഒരു കോയിൻ. അതിലൊരു സ്കള്ളാണ്, തലയോട്ടിയും നമ്മുടെ എല്ലും ആണ് അതിൽ പതിച്ചു വെച്ചേക്കുന്നത്. അത് പറയണത് US കൈ കൊണ്ട് ഉണ്ടാക്കുന്നതാണെന്നാണ് പണ്ട കാലത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓർമ്മപ്പെടുത്താണ് നീ ഒരു ദിവസം മരിച്ചു പോകുന്നത്. അപ്പം നമുക്ക് ജീവിതത്തിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അത് എന്നാണ് പറയണത്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഇമോഷണലി ഡ്രെയിൻഡ് ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ നമ്മൾ ഈ സാധനം ഇത് പോക്കറ്റിലോ അല്ലെങ്കിൽ പേഴ്സിലോ ക്യാരി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. മിക്ക സെലിബ്രിറ്റീസ് അത് ചെയ്യുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഗാരി വി, ജയ് ഷെട്ടി, അങ്ങനത്തെ ഒരു പിന്നെ ജോൺ സീന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ട്. കാരണം അതൊരു ധൈര്യമാണ്. ഏറ്റവും പേടിപ്പെടുത്തുന്ന സംഭവം ആണല്ലോ സത്യത്തിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യം മരിക്കുക എന്ന് പറയുന്നത്.
അപ്പം ഇത് പറയണത് നമ്മൾ എന്തായാലും മരിക്കും. അപ്പം നിങ്ങളിങ്ങനെ കടന്നു പോകുന്ന സ്ട്രഗിളിനെ പറ്റി ആലോചിച്ച് നോക്കുമ്പോൾ അതിലൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിലൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഇത്തിരിയും കൂടിയും ക്ലാരിറ്റി ഉണ്ടാവുന്ന പറയണത്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടൊരു കൺസെപ്റ്റ്. അപ്പോൾ നമ്മളൊരു വെരി കോംപ്ലക്സ് ആയിട്ടുള്ള ചിലപ്പോൾ ഒരു വർക്കിൽ ഒരു മാനേജർ നമ്മളങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനോട് കടന്നു പോകുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് ഒരു സ്ട്രഗിൾ ചെയ്യാണ്. കാരണം നമ്മൾ വിചാരം ഇത് ഈ കൂടെ നമ്മൾ എപ്പോഴും കടന്നു പോകണമെന്നാണ്. അങ്ങനെയല്ല അത് അല്ലേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമുക്കൊരു കറേജാണ്. നമുക്ക് ഡിസിഷൻസിൽ ക്ലാരിറ്റി ഉണ്ട്. നമുക്കൊരു ലൈഫിൽ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ നമ്മൾ ആ ഒരു ബിഗർ എൻഡ് എന്താണെങ്കിലും എല്ലാ മനുഷ്യന്മാരും അവിടെ എത്തൂലോ. എനിക്കിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷവും മരിക്കാം. അത് നമുക്കൊരു ഡെഫിനറ്റ് ഇതില്ല. അപ്പോൾ ദാറ്റ് ഗീവ്സ് ക്ലാരിറ്റി. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിലേക്കാണോ നമുക്ക് ആ മരണം ചെയ്തിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരിക്കും. ആൾക്കാർക്ക് എപ്പോഴും ഒരു കോയിൻ ഇല്ലെങ്കിൽ പോലും എല്ലാവർക്കും കൊണ്ട് നടക്കാൻ ഇപ്പോഴും ചിന്തിക്കാൻ പറ്റിയൊരു കാര്യമാണ്. നമ്മൾ ആ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഈസ് ഇറ്റ് അലൈനിങ് വിത്ത് യുവർ ലൈഫ് ഗോൾ. നമ്മൾ മരിച്ചു പോയാലും അതിനോട് ഇത് അലൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക്. പിന്നെ മരണത്തിന് ഏറ്റവും പോസിറ്റീവ്ലി യൂസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് സ്റ്റോയിക്ക്. കാരണം മരണം നമുക്ക് ധൈര്യം തരും, നമുക്ക് ലൈഫിൽ ക്ലാരിറ്റി ഉണ്ടാവും. ഒരു ദിവസം നിനക്കൊരു അവസാനം ഉണ്ടാവും എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ അതിനെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തിനെ പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ ഇതിനും കൂടി ഒരു യൂസ്ഫുൾ ആയിട്ട് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പ്രചോദിപ്പിക്കണ അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഫിലോസഫി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, അടിപൊളി, നല്ല ടോക്കായിരുന്നു. നമുക്ക് എനിക്ക് തോന്നുന്നു സ്റ്റോയിക്കിന്റെ ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ബുക്ക്. ആരെങ്കിലും സ്റ്റോയിക് സിദ്ധാന്തം പഠിക്കാനോ അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഡെഫിനറ്റ് ചേഞ്ച് വരുത്തണം അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ഒരു ക്ലാരിറ്റി വരുത്തണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ പറ്റിയൊരു ഇതിൽ ഒത്തിരി റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് നല്ലൊരു സ്റ്റാർട്ടാണ് ഇത്. അല്ലെങ്കിൽ പിന്നെ ഡെയിലി സ്റ്റോയിക്ക് അങ്ങനെ ഒത്തിരി ബുക്കുകളുണ്ട്. പിന്നെ ഇത്തരം ബുക്കിലെ ഓരോ വരികളും നമ്മളെ ഇൻസ്പയർ ചെയ്യും. ഈച്ച് ലൈൻ നമുക്ക് അതിൽ ഇന്നൊന്നുമില്ല അല്ലേ. അത്രേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. സോ ഇതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് ശ്യാമിനോട് പറയാം, നമ്മുടെ ഇഫ് ദർ ഈസ് വൺ തിങ് ദാറ്റ് യു വാണ്ട് ടു ടേക്ക് ഔട്ട് ഓഫ് ദിസ് ബുക്ക്. ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ അതിലൊരു കോട്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഉണ്ട്, ദേ ഡു നോട്ട് ലിവ് ബട്ട് ആർ ലിവ്ഡ്. അതായത് നമ്മൾ ജീവിക്കല്ല, നമ്മളെ കൊണ്ട് ജീവിപ്പിക്കുകയാണ് മറ്റാൾക്കാർ. അതായത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒക്യുപ്പാറ്റീവ് ഒക്കെ പോലെ അല്ലെങ്കിൽ ബീങ് ബിസി ആയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ലൈഫ് സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങളുണ്ട്. നമുക്കറിയില്ല, നമ്മൾ ആ ഒരു സൊസൈറ്റൽ എക്സ്പെക്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ സമയം കളയുന്ന ആൾക്കാർക്ക് ഒരു റിമൈൻഡറാണത് അല്ലേ. ഇപ്പം നമ്മൾ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ജീവിക്കുന്നു. നമ്മൾ ജീവിക്കല്ല, സൊസൈറ്റി നമ്മളെ ജീവിപ്പിക്കുകയാണ്. അതൊരു കുറച്ചൊരു ഇൻട്രിഗിങ് അല്ലേ. സത്യം. അത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഒരു സ്വന്തം ഉള്ളിലേക്ക് നോക്കാനും സ്വന്തം ആഗ്രഹങ്ങളും ആശകളും കാര്യങ്ങളും ഒക്കെ അക്നോളജ് ചെയ്യാനും അത് നേടിയെടുക്കാനുള്ള ഒരു പ്രത്യേക ശക്തി ഉണ്ടാവാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ അപ്പം മെമന്റോ മോറി ഇപ്പോൾ ആർക്കെങ്കിലും കോയിൻ വേണമെങ്കിൽ ആൾക്കാരെ എനിക്കൊന്ന് ഏതോ മെമന്റോ മോറി സൈറ്റ് ഉണ്ട്, അതിനകത്ത് കയറി ഓർഡർ ചെയ്താൽ മതി. ബട്ട് നിങ്ങൾക്ക് ഈ ടോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു കമൻറ്റ്, മെസ്സേജ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഓൺ അവർ ചാനൽ. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. താങ്ക് യു ശ്യാം ഫോർ ദി വണ്ടർഫുൾ. It was a good book, right? Yeah, good book. Okay. Thank you. Bye. Thank you.